Good morning to all. Next theorem. There exists a real number alpha in R satisfying alpha square is equal to. In the meaning in the number in the square 2 ആവുന്ന ഒരു റിയൽ നമ്പർ അല്ലേ ആറിനകത്തുണ്ടെന്നാണ് എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 2 എവിടെ ഉണ്ടെന്നാണ് ആറിലുണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു അതായത് ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫ റിയൽ ലൈനകത്ത് എവിടെ ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ റൂട്ട് 2 മൈനസ് റൂട്ട് 2 എവിടെ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, റിയൽ ലൈനകത്ത് ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പ്രൂവ് ചെയ്യാൻ ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 എന്നുള്ളത് തെറ്റാണെന്നും ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 എന്നുള്ളത് തെറ്റാണെന്നും പ്രൂവ് ചെയ്യും അല്ലേ. ആൽഫ സ്ക്വയർ 2-നേക്കാളും ചെറുതാണെന്നുള്ളത് തെറ്റാണെന്നും ആൽഫ സ്ക്വയർ 2-നേക്കാളും വലുതാണെന്നുള്ളതും തെറ്റാണെന്ന് പ്രൂവ് ചെയ്താൽ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 ശരിയാവുമല്ലോ. അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ലോജിക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസിഡർ the set T is equal to set of all real numbers, small t എന്ന real numbers such that t square less than 2 അല്ലേ. അതായത് ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ 2-നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കളക്ഷൻ എടുക്കും. ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ 2-നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും കളക്ഷൻ എടുക്കുന്ന ആ കളക്ഷനെ വിളിക്കുന്ന പേരാണ് ടി, ക്യാപിറ്റൽ ടി. കുറെ റിയൽ നമ്പർ അല്ലേ, മുഴുവൻ റിയൽ നമ്പേഴ്സ് കൊടുക്കുന്നു. മുഴുവൻ റിയൽ നമ്പേഴ്സ് എങ്ങനെയുള്ള റിയൽ നമ്പേഴ്സാ? സ്മോൾ ടി എലമെന്റ് ഓഫ് ആർ മുഴുവൻ റിയൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് ഓൾ സ്മോൾ ടി എലമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് സ്മോൾ ടി സ്ക്വയർ ലെസ് ദാൻ 2 അല്ലെ. സ്ക്വയർ 2-നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സ് എടുക്കുന്നു. സ്ക്വയർ 2-നേക്കാളും ചെറുതായിട്ടുള്ള എല്ലാ റിയൽ നമ്പേഴ്സ് എടുക്കുന്നു. അവയുടെ കളക്ഷനാണ് ടി എന്ന് വിളിക്കുന്നത്. ഇനി ആൽഫ ഇസ് ഈക്വൽ ടു സുപ്രീം ഓഫ് ടി എന്ന് എടുക്കും. ഈ ടി എന്ന സെറ്റിന്റെ സുപ്രീം ആണ് ആൽഫ എന്ന് എടുക്കും. ഞാൻ ആദ്യം ഫസ്റ്റ് അസ്യൂം ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് അസ്യൂം ചെയ്യും. ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 ആണെന്ന് അസ്യൂം ചെയ്യും. We have alpha plus 1 by n ആൽഫനേക്കാളും വലുതായിരിക്കും അല്ലെ. ആൽഫ പ്ലസ് 1 by n where n is positive integer, n is a natural number എന്ന് പറഞ്ഞാലും മതി. ആൽഫ പ്ലസ് 1 by n ഗ്രേറ്റർ ദാൻ ആൽഫ അറിയാം. ആൽഫയോടൊപ്പം ഒരു 1 by n ഒരു റിയൽ നമ്പർ ആഡ് ചെയ്താൽ ആൽഫയെക്കാളും വലുതായിരിക്കും. കാരണം അത് പോസിറ്റീവ് ആണ്, n എലമെന്റ് ഓഫ് n ആയതുകൊണ്ട്. കൺസിഡർ alpha plus 1 by n square. Alpha plus 1 by n square is alpha square plus 2 alpha by n plus 1 by n square. ഈ n ലെസ് ദാൻ n സ്ക്വയർ ആണല്ലോ അല്ലെ. n പോസിറ്റീവ് ആയതുകൊണ്ടാണ്. n നാച്ചുറൽ നമ്പർ ആണ്, അപ്പോൾ n പോസിറ്റീവ്. n എന്ന് വെച്ചാൽ 1 2 3 4 എന്ന് പോകുന്നതാണ്. ആൽഫ എന്ന് പറഞ്ഞാൽ 0.1 0.2 അങ്ങനെയൊക്കെ ആവാം. n ലെസ് ദാൻ 1 by n സ്ക്വയർ ആണ്. അപ്പോൾ 1 by n അല്ലെങ്കിൽ n സ്ക്വയർ ഗ്രേറ്റർ ദാൻ n ആണല്ലോ, n ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് 1 by n സ്ക്വയർ തിരിഞ്ഞു വരും അല്ലേ, ലെസ് ദാൻ 1 by n ആവും അല്ലേ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവുമല്ലോ. അപ്പോൾ ഇവിടെ ലെസ് ദാൻ ആൽഫ സ്ക്വയർ ബൈ ലെസ് ദാൻ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ ബൈ n പ്ലസ് 1 by n. ഈ
ഈ 1/n² പകരം ലെസ് ദാൻ 1/n ആക്കി. അപ്പോൾ ആൽഫ പ്ലസ് 1/n² ഈസ് ലെസ് ദാൻ ആൽഫ സ്ക്വയർ പ്ലസ് 2α പ്ലസ് 1/n. അപ്പോൾ ഏതോ ഒരു n ശരിയായി. ആൽഫ സ്ക്വയർ പ്ലസ് 2α പ്ലസ് 1/n. നൗ ഇപ്പോൾ ഇവിടെ ആക്ച്വലി ഇത് ഏത് നാച്ചുറൽ നമ്പറിനും ശരിയാവുന്ന രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒരു ഫിക്സഡ് നാച്ചുറൽ നമ്പർ n ഒരു n0 കൊടുക്കാൻ പോവാം. നൗ we can choose a fixed natural number n0, fixed natural number large enough so that now choose in a condition നോക്കിക്കോളാം. 2α plus 1 ആണ്, 2α plus 1/n ആണ് അവിടെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്നത്. 2α plus 1/n0 less than 2 minus alpha square ആകുന്ന രീതിയിൽ ഒരു n0 ചൂസ് ചെയ്യും. 2α plus 1/n0 less than 2 minus alpha square ആകുന്ന രീതിയിൽ ഒരു n0 ചൂസ് ചെയ്തു. അപ്പോൾ നോക്കിയേ, നമ്മൾ then ആൽഫ പ്ലസ് 1/n0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ലെസ് ദാൻ, തൊട്ട് മുന്നേ വെച്ച് എനിക്ക് എങ്ങനെ എഴുതാം, ആൽഫ സ്ക്വയർ പ്ലസ് 2α പ്ലസ് 1/n0 തൊട്ട് മുന്നേ വെച്ച് അല്ലേ, ഇതെങ്ങനല്ലേ വായിക്കുന്നത്, യൂസിങ് 1. അത് ഏത് എന്നിനും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പർട്ടിക്കുലർ n0ക്ക് മാത്രം, എന്നിന്റെ വാല്യൂ n0 ആണ്. ഇനി ആൽഫ പ്ലസ് 1/n0 സ്ക്വയർ ലെസ് ദാൻ ആൽഫ സ്ക്വയർ പ്ലസ് 2α പ്ലസ് 1/n0 ഈസ് ലെസ് ദാൻ യൂസിങ് 2 വെച്ചിട്ട് ഈ 2α പ്ലസ് 1/n0ക്ക് പകരം എന്ത് കൊടുക്കാം, ഈ ആൽഫ സ്ക്വയർ കൂടെ ഫിക്സഡ് ആണ്, ഈ ആൽഫ സ്ക്വയർ കൂടെ ഉണ്ട്. 2α പ്ലസ് 1/n0 പകരം ലെസ് ദാൻ സിമ്പിൾ ഇതായിട്ട് ലെസ് ദാൻ 2 മൈനസ് ആൽഫ സ്ക്വയർ. അപ്പോൾ ഇത് ആൽഫ സ്ക്വയറും മൈനസ് ആൽഫ സ്ക്വയറും പോയിട്ട് ബാക്കി അവിടെ 2 ഉള്ളൂ. അപ്പോൾ ആൽഫ പ്ലസ് 1/n0 സ്ക്വയർ ലെസ് ദാൻ 2 എന്നായി. അപ്പോൾ ആൽഫയിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആൽഫയിനോടൊപ്പം ഒരു പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്തു, അതിന്റെ സ്ക്വയർ എടുത്തപ്പോൾ 2-നെക്കാളും ചെറുതായി അല്ലേ. അപ്പോൾ ഇത് മൊത്തത്തിൽ വിചാരിക്കാം, ഇത്രയും ഒരു റിയൽ നമ്പറാണ്. ഈ ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയറിന് 2-നെക്കാളും ചെറുതാണല്ലോ. ഒരു റിയൽ നമ്പറിന്റെ സ്ക്വയർ 2-നെക്കാളും ചെറുതാണെങ്കിൽ ആ റിയൽ നമ്പർ ക്യാപിറ്റൽ ടിയിൽ ഉണ്ടെന്നല്ലേ. അപ്പൊ അതിന്റെ മീനിങ് എന്താ, ഹെൻസ് ആരുണ്ട്, ഹെൻസ് ആൽഫ പ്ലസ് 1/n0 എവിടെയുണ്ട്, എലമെന്റ് ഓഫ് ടി ആണ്. പക്ഷെ നമ്മൾ എന്തെടുത്തിരിക്കുന്നു, ആൽഫ സുപ്രീമോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആൽഫ സുപ്രീമോ ആണ്. അപ്പോൾ സുപ്രീമോ ലോവർ ബൗണ്ട് അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുത്, അതിനേക്കാളും വലിയൊരാൾ ടിയിലുണ്ടെന്ന് വെച്ചാൽ ആൽഫ സുപ്രീം അല്ലാതായി മാറും അല്ലേ. അപ്പൊ മീനിങ് എന്താ, ആൽഫ അപ്പർ ബൗണ്ട് അല്ലാതായി മാറും അല്ലേ. ആൽഫ ഈസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട്, അല്ലെങ്കിൽ സുപ്രീമോ അല്ല. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. Therefore ആൽഫ സ്ക്വയർ, നമ്മൾ ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 എന്ന് തുടങ്ങിയപ്പോഴാണ് ഈ ഒരു പണി വന്നത്. ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 എന്നുള്ളത് ഡസ് നോട്ട് ഹാപ്പൻ, അങ്ങനെ സംഭവിക്കില്ല.
alpha square less than 2 എന്നുള്ളത് തെറ്റാണ്. നെക്സ്റ്റ് assume, second we assume alpha square greater than 2. അപ്പോൾ ആദ്യം alpha square less than 2 എന്ന് assume ചെയ്തിട്ട് alpha square less than 2 എന്ന് assume ചെയ്തിട്ടാണ് നമ്മൾ ഏത് പണിയിൽ പോയത്. assume ചെയ്തപ്പോൾ നമ്മുടെ assumption തെറ്റി, അതുകൊണ്ട് alpha square less than 2 സംഭവിക്കില്ല എന്ന് കണ്ടു. നെക്സ്റ്റ് alpha square greater than 2 എന്ന് assume ചെയ്തു. ഇനി alpha square greater than 2 ആണെങ്കിൽ then alpha minus 1 by n, alpha minus 1 by n less than alpha അല്ലേ, alpha minus 1 by n less than alpha ആണല്ലോ. കൺസിഡർ alpha minus 1 by n square, അതെന്താ alpha square minus 2 alpha by n plus 1 by n square. ഇനി നോക്കുക, ഇതൊരു ഇൻഇക്വാലിറ്റി ആണ്. ഇതൊരു ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ ഈ സൈഡ് ഇക്വാലിറ്റി ആണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. ഇനി നോക്കട്ടെ, ഇത് 1 by n സ്ക്വയർ, n എപ്പോഴും പോസിറ്റീവ് ആണ്, n നാച്ചുറൽ നമ്പർ ആണെന്ന് പറയാം. 1 by n സ്ക്വയറും പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ പോസിറ്റീവ് നമ്പറിനെ ഡിലീറ്റ് ചെയ്താലോ, ഈ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് നമ്പറിനെ ഡിലീറ്റ് ചെയ്താൽ അല്ലേ ആര് വലുതാവും? ഈ ഇൻഇക്വാലിറ്റി പോവില്ലേ? ഇക്വാലിറ്റി അല്ലാതായി മാറൂലേ? അപ്പോൾ ഞാൻ അവിടെ നിന്ന് 1 by n സ്ക്വയറിനെ ഒഴിവാക്കിയാലേ ആൽഫ മൈനസ് 1 by n ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബൈ n എന്നാവും. ആ 1 by n സ്ക്വയറിനെ ഒഴിവാക്കി. ഇനി കഴിഞ്ഞതുപോലെ now we can choose now we can choose n0, ഒരു ഫിക്സഡ് n0 കൊടുക്കുന്നത്, മറ്റേ ജനറൽ ആയിട്ടാണ് n പറഞ്ഞത്, സ്മോൾ n, a fixed n0 element of natural number large enough so that ഇതിനെ മാത്രമാണ് എടുക്കുന്നത്. ഇവിടെ 2 ആൽഫ ബൈ n0 നേരത്തെ എടുത്തതുപോലെ തന്നെ 2 ആൽഫ ബൈ n0 ലെസ് ദാൻ 2 ആൽഫ ബൈ n0 ലെസ് ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2. ഇങ്ങനെ ആകുന്ന n0 ചൂസ് ചെയ്യും. ഇവിടെ നമുക്കിവിടെ -2 ആൽഫ ബൈ n0 ആണല്ലോ ഉള്ളത്. അപ്പോൾ ഇതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും? -2 ആൽഫ ബൈ n0 തിരിഞ്ഞു വരും, ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആവും, ഗ്രേറ്റർ ദാൻ അല്ലെ മൈനസ് ആൽഫ സ്ക്വയർ പ്ലസ് 2 ആവും, 2 മൈനസ് ആൽഫ സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ 3 becomes ആൽഫ മൈനസ് എന്നിനൊരു n0 കൊടുക്കണേ ഇക്വേഷൻ 3ൽ, സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബൈ n0. ഇനി ഇത് ഇക്വേഷൻ 4 നമുക്ക് കൊടുക്കാം. 2 ആൽഫ ബൈ n0 എന്നൊരു ഇക്വേഷൻ 4 കൊടുത്താൽ ആൽഫ മൈനസ് 1 ബൈ n0 ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ ആൽഫ സ്ക്വയർ മൈനസ് 2 ആൽഫ ബൈ n0. ഈ ആൽഫ സ്ക്വയർ അതുപോലെ വരും. പിന്നെ 2 ആൽഫ മൈനസ് 2 ആൽഫ ബൈ n0ന് പകരം എന്ത് കൊടുക്കുക? പ്ലസ് 2 മൈനസ് ആൽഫ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ അവിടെ ഗ്രേറ്റർ ദാൻ സ്ക്വയർ. അപ്പോൾ ആൽഫ മൈനസ് 1 ബൈ n0 ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ, ഇവിടെ ആൽഫ സ്ക്വയറും മൈനസ് ആൽഫ സ്ക്വയറും പോയാൽ 2 ആവും, ഗ്രേറ്റർ ദാൻ 2. നോക്കണം, ഒരു നമ്പർ ആൽഫയിൽ നിന്ന് ഒരു നമ്പറിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന് സ്ക്വയർ എടുക്കുമ്പോൾ 2-നേക്കാളും വലുതാണെന്നാണ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ആൽഫയാണ് ഏറ്റവും
ചെറിയ അപ്പർ ബൗണ്ടാണ് അല്ലേ. ആൽഫ ഒരു ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്നത് എന്താ, ടി സ്ക്വയർ ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 ആണ്. അപ്പോൾ ആൽഫ മൈനസ് 1/n0 സ്ക്വയർ, ആൽഫയിൽ നിന്ന് ഒരു പോസിറ്റീവ് നമ്പർ സബ്ട്രാക്ട് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് 2-നേക്കാളും വലുതാവും. അതിന്റെ മീനിങ് എന്താ, ആൽഫ മൈനസ് 1/n0 ഈസ് ആൻ അപ്പർ ബൗണ്ട്, ഈസ് ആൻ അപ്പർ ബൗണ്ട് 40. പക്ഷേ ആൽഫ മൈനസ് 1/n0 ആൽഫേനേക്കാളും ചെറുതാണ്. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന സുപ്രീം ഓഫ് ടി ഈസ് ഈക്വൽ ടു ആൽഫ എന്നാണ്. അത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് അല്ലെ. അപ്പർ ബൗണ്ടുകളിൽ ഏറ്റവും ചെറുതാണ് ആൽഫ. അപ്പോൾ ആൽഫേനേക്കാളും വീണ്ടും ചെറുതായിട്ടുള്ള ഒരാൾ അപ്പർ ബൗണ്ട് ആവില്ല. ഇസ് എ കോൺട്രഡിക്ഷൻ, which is a contradiction. Therefore, ഇതെന്തുകൊണ്ട് കോൺട്രഡിക്ട് ചെയ്യപ്പെട്ടു, ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 എന്നെടുത്തുകൊണ്ടാണ്. ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ഇസ് നോട്ട് ഹാപ്പൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 സംഭവിക്കില്ല. ഇവിടെ കണ്ടു, ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 സംഭവിക്കില്ല. ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 സംഭവിക്കില്ല അല്ലെ. ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 സംഭവിക്കില്ല, ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 സംഭവിക്കില്ല. ഹെൻസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 exist in ഇവിടെയൊക്കെ നമ്മൾ ഒരു പ്രൂഫ് ശ്രദ്ധിക്കണം. ഇതിന്റെ പ്രൂഫിന്റെ കൺസ്ട്രക്ഷൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ഒരു ഇങ്ങനെ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് 2നെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൽഫ റിയൽ എന്ന ഒരു റിയൽ നമ്പർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ടി എന്ന സെറ്റ് കൺസിഡർ ചെയ്തു. ടി എന്ന സെറ്റ് എന്താണ്, 2-നേക്കാളും ചെറുതായിട്ടുള്ള അല്ലെ ഒരു റിയൽ നമ്പർ എടുക്കും. ആ റിയൽ നമ്പറിന്റെ സ്ക്വയർ 2-നേക്കാളും ചെറുതാണെങ്കിൽ ആ എലമെന്റ് ടിയിലുണ്ട് അല്ലെ. ഏതൊക്കെ റിയൽ നമ്പറുകളുടെ സ്ക്വയറുകളാണ് 2-നേക്കാളും ചെറുതായിട്ടുള്ളത് അവരെല്ലാവരും ഉള്ള സെറ്റാണ് ടി. അതിന്റെ സുപ്രീമാണ് ആൽഫ എം. എനിക്ക് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്തെടുത്തു, ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 അല്ലെന്നും പ്രൂവ് ചെയ്യണം, ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 അല്ലെന്നും പ്രൂവ് ചെയ്യണം. ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 ആണെന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ എന്നിട്ട് ആൽഫ പ്ലസ് 1 ഇത് കുഴപ്പമില്ല, ആൽഫ ഈ കാര്യങ്ങളും എൻ സ്ക്വയർ ഗ്രേറ്റർ ദാൻ എൻ 1/n സ്ക്വയർ ലെസ് ദാൻ 1/n ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ വരും, ആൽഫ പ്ലസ് 1/n സ്ക്വയർ ലെസ് ദാൻ ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1/n. ഇനി ഇവിടെ ഈ റൈറ്റ് സൈഡിൽ 2 വരുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇവിടെ 2 വരുത്തണമെങ്കിൽ ഇവിടെ എന്ത് വരണം, ഇവിടെ 2 മൈനസ് ആൽഫ സ്ക്വയർ മതി. അപ്പോൾ ഇവിടെ 2 മൈനസ് ആൽഫ സ്ക്വയർ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തേ, 2 മൈനസ് ആൽഫ സ്ക്വയർ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഒരു n0 ചൂസ് ചെയ്തത്. സോ ലാർജ് ഇനഫ് സോ ദാറ്റ് 2 ആൽഫ പ്ലസ് 1/n0 2 മൈനസ് ആൽഫ സ്ക്വയറിനെക്കാളും ചെറുതായിട്ടുള്ള 2 ആൽഫ പ്ലസ് 1/n0 ആർക്കിമിഡിയൻ പ്രോപ്പർട്ടീസ് വെച്ച് വരുന്നതാണ്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഇക്വേഷൻ 1-ൽ n-ന് വരെ n0 കൊടുത്തു. അതിപ്പോൾ എങ്ങനെയായി, എന്നിട്ട് എന്ത് ചെയ്തു, ഈ 2 ആൽഫ പ്ലസ് 1/n0യുടെ പ്ലേസിൽ 2 മൈനസ് ആൽഫ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ ആൽഫ പ്ലസ് 1/n0 സ്ക്വയർ 2-നേക്കാളും ചെറുതായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് 1/n0 ടീനകത്തുണ്ട്. ആൽഫ പ്ലസ് 1/n0 ടീനകത്തുണ്ടെങ്കിൽ ആൽഫ എന്തല്ല, അപ്പർ ബൗണ്ട് അല്ല.
അത് കോൺട്രഡിക്ഷൻ ആണ്. കാരണം ആൽഫ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്നാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ കോൺട്രഡിക്റ്റ്. അപ്പോൾ ആൽഫ സ്ക്വയർ ലെസ് ദാൻ 2 സംഭവിക്കില്ല. അതുപോലെ സെക്കൻഡ് ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 എന്ന് അസ്യൂം ചെയ്തു. ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമ്മൾ 1/n സ്ക്വയറിനെ കളഞ്ഞപ്പോൾ ഇവിടെ ഇൻഇക്വാലിറ്റി ഉണ്ടായി. ഈ ഇക്വാലിറ്റി ഇൻഇക്വാലിറ്റി ആയിട്ട് മാറി. ഇനി എന്താ, n0 element of n large enough so that 2 alpha by n0 less than alpha square minus 2 ആയി. അല്ല, ഇവിടെ ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ആൽഫ സ്ക്വയർ മൈനസ് 2 എന്താണ്, പോസിറ്റീവ് ആണ്. ആൽഫ സ്ക്വയർ മൈനസ് 2 പോസിറ്റീവ് ആണ്. ആൽഫ സ്ക്വയർ മൈനസ് 2 പോസിറ്റീവ് ആകുമ്പോഴാണ് ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി വെച്ചിട്ട് ഒരു 1/n0 അല്ലെങ്കിൽ 2 ആൽഫ ബൈ n0 എന്നൊരു ആളുണ്ടാവുന്നത്. ഇനി എന്താ, ഈ 2 ആൽഫ ഇവിടെയും നമ്മുടെ ഉദ്ദേശം എന്താ, ഇവിടെയും 2 വരുത്തുക എന്നുള്ളത്. ഇവിടെ 2 വരുത്താൻ വേണ്ടി 2 ആൽഫ ബൈ എന്നിന്റെ പ്ലേസിൽ എന്ത് വരണം, ആൽഫ ഇവിടെ മൈനസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഈ -2 ആൽഫ ബൈ എന്നിന്റെ പ്ലേസിൽ -2 മൈനസ് ആൽഫ സ്ക്വയർ വരണം. അങ്ങനെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റെപ്പ് കൊണ്ടുവന്നത്. അപ്പോൾ 2 ഇവിടെ -2 ആൽഫ ബൈ n0ന്റെ പ്ലേസിൽ 2 മൈനസ് ആൽഫ സ്ക്വയർ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 2 ആവും. പിന്നെ കഴിഞ്ഞതുപോലെ തന്നെ ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2, അവിടെ കോൺട്രഡിക്ഷൻ സംഭവിക്കും. ആൽഫ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 2 സംഭവിക്കില്ല. അപ്പോൾ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 എക്സിസ്റ്റ് ചെയ്യും. Question. Show that if a comma b element of rational number set Q, then a plus b element of Q and ab element of Q. എയും ബിയും റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ എ പ്ലസ് ബിയും എ ബിയും റാഷണൽ നമ്പർ എന്ന് അപ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാലോ ക്യൂ എന്താണ്, വി ഹാവ് ക്യൂവിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാ, ക്യൂവിന്റെ കൺസ്ട്രക്ഷൻ കുറച്ച് ഇത് എളുപ്പമാണ്. മറ്റേ ആ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടാവും, നോക്കാം. ഇവിടെ നോക്കാം, ക്യൂ എന്ന് വെച്ചാൽ എന്താണ്, സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷൻ. എന്താ, സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് ദ ഫോം പി ബൈ ക്യൂ സച്ച് ദാറ്റ് പി ആൻഡ് ക്യൂ ആർ ഇന്റിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് റാഷണൽ നമ്പർ സെറ്റ് ക്യൂ. ഞാൻ എടുക്കുന്ന രണ്ട് എലമെന്റ്സ് എടുക്കും. ലെറ്റ് എയും ബിയും, ലെറ്റ് എ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ആൻഡ് ബി ഈസ് ഈക്വൽ ടു സി എ ബൈ ബി, അല്ല എ ബൈ ബി, ബി ഈസ് ഈക്വൽ ടു സി ബൈ ഡി, വേർ എം എൻ സി ഡി എല്ലാം ഇൻഡിജേഴ്സ് ആണ് ആൻഡ് എൻ നോട്ട് ഈക്വൽ ടു 0, ഡി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എയും ബിയും രണ്ട് നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ് ക്യൂയിൽ നിന്ന് എടുത്തു. ഫസ്റ്റ് പോയിന്റ് എ പ്ലസ് ബി ആണ്. വാട്ട് ഈസ് എ പ്ലസ് ബി? എ പ്ലസ് ബി ഈസ് എം ബൈ എൻ പ്ലസ് സി ബൈ ഡി equal to md plus nc by nd. നമുക്കറിയാം ആൾസോ md, md ഇൻറ്റിജർ ആണ്, md ഇൻറ്റിജർ ആണ്, nc ഇൻറ്റിജർ ആണ്, nc ഇൻറ്റിജർ ആണ്, nd ഇൻറ്റിജർ ആയതുകൊണ്ട് nd ഇൻറ്റിജർ ആണ്. ആൻഡ് n നോട്ട് ഈക്വൽ ടു 0, d നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് nd നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇയാൾ എവിടെ ഉണ്ടാവും, ഈ കിട്ടിയ ആൻസർ എവിടെ ഉണ്ടാവും, എം ഡി പ്ലസ് എൻ സി ബൈ എൻ ഡി എന്ന എലമെന്റ് എവിടെ ഉണ്ടാവും, ക്യൂവിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു എം ഡി പ്ലസ് എൻ സി ബൈ എൻ ഡി എലമെന്റ് ഓഫ് ക്യൂ. സിംപ്ലൈസ് എ പ്ലസ് ബി എലമെന്റ് ഓഫ് ക്യൂ അല്ലേ. എയും ബിയും ഒരു കാര്യം ചെയ്യണം, ഇവിടെ നിങ്ങൾക്ക് എൻ ഡി ക്യൂലും എൻ ഡി സെറ്റിലുണ്ടാവും. ഓ, അടുത്ത് എ ബി വേണമല്ലോ. എ ബി എന്താ, എ ബി ഈസ് ഈക്വൽ ടു നമ്മൾ എങ്ങനെ എടുത്തിരിക്കുന്നത്, എ എന്ന് വെച്ചാൽ എം ബൈ എൻ അല്ലേ.
ബി എന്ന് വെച്ചാൽ സി ബൈ ഡി അല്ലേ. അപ്പോൾ എം സി ബൈ എൻ ഡി, ഇവിടെ അറിയാം വേറെ എമ്മും സിയും ഇൻറ്റിജർ ആയതുകൊണ്ട് എം സി ഇൻറ്റിജർ ആണ്, ആൻഡ് എന്നും ഡിയും ഇൻറ്റിജർ ആയതുകൊണ്ട് എൻ ഡി ഇൻറ്റിജർ ആണ്. ആൾസോ എൻ ഡി എൻ നോട്ട് ഈക്വൽ ടു 0, ഡി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എൻ ഡി നോട്ട് ഈക്വൽ ടു 0 ആണ്. n നോട്ട് ഈക്വൽ ടു 0യും ഡി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് എൻ ഡി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എ ബി ഇസ് ഈക്വൽ ടു എം സി ബൈ എൻ ഡി. എം സി ബൈ എൻ ഡി എവിടെ ഉണ്ടാവും? ക്യൂവിൽ ഉണ്ടാവും. സിംപ്ലൈസ് എ ബി എലമെന്റ് ഓഫ് ക്യൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, രണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവയുടെ സമ്മും അവയുടെ പ്രോഡക്റ്റും റാഷണൽ നമ്പർ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ, ഏത് രണ്ട് റാഷണൽ നമ്പേഴ്സ് എടുത്താലും അവയുടെ സമ്മും റാഷണൽ നമ്പർ ആയിരിക്കും, അവയുടെ പ്രോഡക്റ്റും റാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് എടുത്താൽ അത് അവയുടെ സമ്മും പ്രോഡക്റ്റും ഒക്കെ ഇറാഷണൽ നമ്പർ ആയിരിക്കും അവിടെ. ഞാൻ ലെറ്റ് ക്യാപിറ്റൽ ഐ denote set of all irrationals എന്നത്, set of all irrational numbers, ലോകത്തുള്ള മുഴുവൻ ഇറാഷണൽ നമ്പേഴ്സിൻ്റെയും കൂടി കളക്ഷനെയാണ് ഞാൻ ഐ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഐയിൽ നിന്ന് ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും അവയുടെ പ്രോഡക്റ്റും സമ്മും ഐക്കകത്ത് തന്നെ ഉണ്ടാവും. ഒരു കാര്യം ശരിയാണെന്ന് പറയാൻ ജനറൽ പ്രൂവ് ചെയ്യണം, തെറ്റാണെന്ന് പറയാൻ എക്സാമ്പിൾ കാണിച്ചാൽ മതിയല്ല. തെറ്റ് ഇപ്പോൾ കൺസിഡർ എക്ക് പകരം എ ഇസ് ഈക്വൽ ടു ഒരു √2 എന്നെടുക്കുന്നു. അത് എവിടുത്തെ എലമെന്റ് ആണ്? ഇറാഷണൽ നമ്പർ ആണ്. ബി ഇസ് ഈക്വൽ ടു -√2 എന്നെടുക്കുന്നു. അതും ഒരു ഇറാഷണൽ നമ്പർ അല്ലേ. ദെൻ വാട്ട് ഈസ് എ പ്ലസ് ബി? √2 - √2 ഈക്വൽ ടു 0. പക്ഷെ 0 റാഷണൽ നമ്പർ ആണ് അല്ലേ. റാഷണൽ അല്ലാത്തവരല്ലേ ഇറാഷണൽ അല്ലേ. അപ്പോൾ 0 എവിടെ ഇല്ല? 0 എവിടെ ഇല്ല? 0 ഇറാഷണൽ ഇല്ല. അപ്പോൾ എ പ്ലസ് ബി എവിടെ ഇല്ല? ഇറാഷണൽ ആകണമെന്നില്ല, ആകുന്ന ആൾക്കാരുണ്ട്. ഇപ്പം എയും √2 ബിയും √2 എടുത്താൽ എ പ്ലസ് ബി 2√2, അത് ഇറാഷണലാണ്. പക്ഷെ ആകാത്തതുകൊണ്ട് എ പ്ലസ് ബി എവിടെയല്ല? ഐയിലില്ല. ഇതൊരു പർട്ടിക്കുലർ കേസിനാണ് ആകാത്തത്. അതുപോലെ തന്നെ ആൾസോ എ ബി എന്താ ഇവിടെ തന്നെ എ ബി പറയാമല്ലോ. എ ബി എന്താ? -√2 × √2, -2 അല്ലേ. -2 റാഷണൽ അല്ലേ അല്ലേ. അപ്പോൾ -2 ഇറാഷണൽ അല്ലല്ലോ. അപ്പോൾ -2 നോട്ട് എലമെന്റ് ഓഫ് ഇറാഷണൽ സെറ്റ്. അപ്പോൾ ഇവിടെ എ ബി ഇറാഷണൽ അല്ല അല്ലേ. അപ്പോൾ sum of any two, sum of any two rational numbers, sum of any two rational numbers is a rational number, product of any two rational numbers is a rational number, but sum of any two irrational numbers need not be an irrational, need not be ആണ്. ചില കേസുകളാവും. അതുപോലെ product of two irrational numbers need not be an irrational number. sum of product of rational numbers തന്നെയാണ്. സമ്മും പ്രോഡക്റ്റ് ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആക്കണം എന്ന് ഇല്ല, അങ്ങനെ ഉദ്ദേശിക്കും. let capital I denote set of all irrationals. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. let capital I denote set of all irrationals so that if small a element of rational number set and small t element of irrational number set, then a plus t element of irrational number set and a t element of irrational number set. Sum of two rationals rational ആണ്. sum of two
സം ഓഫ് ടു റാഷണൽസ് റാഷണൽസ് ആണ്, സം ഓഫ് ടു ഇറാഷണൽസ് ഇറാഷണൽസ് ആവണമെന്നില്ല. പ്രോഡക്റ്റ് ഓഫ് ടു റാഷണൽസ് റാഷണൽ ആണ്, പ്രോഡക്റ്റ് ഓഫ് ടു ഇറാഷണൽ ആവണമെന്നില്ല. പക്ഷേ ഒരു റാഷണലിന്റെയും ഒരു ഇറാഷണലിന്റെയും സമ്മ് ഇറാഷണൽ ആണ്, ഒരു റാഷണലിന്റെയും ഒരു ഇറാഷണലിന്റെയും കൂടി പ്രോഡക്റ്റും ഇറാഷണൽ ആണ്. എ സീറോ വന്നാൽ റാഷണൽ ആവും അല്ലേ? ആണെങ്കിൽ എന്ത് ചെയ്യാം, കണ്ടീഷൻ കൂടി കൊടുക്കാം, ആസ് എ നോട്ട് ഈക്വൽ ടു സീറോ. നോക്കാം. അപ്പൊ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഐ സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽസ് എന്ന് തന്നിട്ടുണ്ട്. ക്യൂ എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ റാഷണൽസ് നമുക്ക് അറിയാം, നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് സിമ്പിളാണ്. അപ്പോൾ ഒന്നാമത് എ ക്യൂവിലുണ്ട്, ടി ഐയിലുണ്ട്. അപ്പൊ എ ഒരു എന്താ, ലെറ്റ്സ് എ ഈസ് റാഷണൽ ആൻഡ് ടി ഈസ് ഇറാഷണൽ. എ നോട്ട് ഈക്വൽ ടു സീറോ കൂടിയാണ് അല്ലേ? എ നോട്ട് ഈക്വൽ ടു സീറോ ഇത്രയാണ് തന്നിട്ടുള്ളത്. എ ഒരു നോൺ സീറോ റാഷണൽ നമ്പറാണ്, ടി ഒരു ഇറാഷണൽ നമ്പറാണ്. ടിയിൽ പിന്നെ നോൺ സീറോ എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം സീറോ ഇറാഷണൽ അല്ലല്ലോ. ഇവിടെ ഇറാഷണൽ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, റാഷണൽ അല്ലാത്തവർ മാത്രമേ ഉള്ളൂ. ഇറാഷണൽ എന്ന് പറയുന്നത് ആരാ? റാഷണൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ്. ഇറാഷണൽ സെറ്റ് എന്ന് വെച്ചാൽ റാഷണൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് ആണ് അല്ലേ? റാഷണൽ അല്ലാത്തവർ മാത്രമേ ഇറാഷണൽ ആയിട്ടുള്ളൂ. അപ്പോ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എ പ്ലസ് ടി എലമെന്റ് ഓഫ് ഐ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഞാൻ അസ്യൂം ചെയ്യും എ പ്ലസ് ടി നോട്ട് ഈക്വൽ ടു ഐ. എ പ്ലസ് ടി ഐയിൽ ഇല്ല എന്ന് അസ്യൂം ചെയ്യും, നോട്ട് എലമെന്റ് ഓഫ് ഐ. എ പ്ലസ് ടി ഐയിലില്ലെങ്കിലോ? ഐയിലില്ലാത്ത ആൾക്കാർക്ക് അവിടെ ഉണ്ട്. ഇതെല്ലാം റിയൽ നമ്പേഴ്സ് അല്ലേ, അതുകൊണ്ട് ഇവിടെ കാണും. റാഷണൽ അല്ലാത്തവർക്ക് റാഷണൽ ആയിരിക്കും. അപ്പോൾ എ പ്ലസ് ടി ആരായിരിക്കും? റാഷണൽ ആയിരിക്കും. എ പ്ലസ് ടി റാഷണൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എ റാഷണൽ ആണ്, എ പ്ലസ് ടി റാഷണൽ ആണ്. അങ്ങനെയാണെങ്കിൽ എ റാഷണൽ ആണ്, എ പ്ലസ് ടി കോമ ആൻഡ് എ ആർ റാഷണൽസ്. രണ്ട് റാഷണൽസ് ഉണ്ടെങ്കിൽ അവരുടെ ഡിഫറൻസും റാഷണൽ ആയിരിക്കുമല്ലോ. അപ്പോൾ എ പ്ലസ് ടി മൈനസ് എ എന്തായിരിക്കും? അതും ഒരു റാഷണൽ ആയിരിക്കും. എ പ്ലസ് ടി മൈനസ് എ റാഷണൽ ആണെങ്കിൽ എ കട്ട് ചെയ്യാലോ. അപ്പൊ ആരാവും? ടി റാഷണൽ ആവും. പക്ഷെ ടി ഇവിടെ നിന്ന് നടത്തിക്കണം നമ്മള്. ടി ഇറാഷണൽ അല്ലേ? ഒരു കോൺട്രഡിക്ഷൻ അല്ലേ? ടി ഇറാഷണൽ എന്നാണ്, ടി ഇറാഷണൽ എന്നാണ് അല്ലേ? ടി ഇറാഷണൽ ആണ്, but t is irrational. But t is irrational. It is a contradiction. It is a contradiction. അപ്പോൾ നമ്മുടെ അസംപ്ഷൻ തെറ്റിയല്ലോ. therefore a plus t element of I ആണ്. a plus t element of I എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി a plus t നോട്ട് element of I എന്ന് എടുക്കും. അതുപോലെ at element of I എന്ന് പറയണമല്ലോ അല്ലെ? രണ്ടാമത്തെ അവിടെ എന്ത് ചെയ്യാം? അസ്യൂം at നോട്ട് element of I എന്ന് എടുക്കും അല്ലെ? അപ്പൊ ദാറ്റ് ഈസ് at നോട്ട് എലമെന്റ് ഓഫ് ഐ ആണെങ്കിൽ at എവിടെ ഉണ്ട്? ഇവിടെ ഇറാഷണൽ അല്ലാത്തതൊക്കെ റാഷണൽ ആണല്ലോ. റാഷണൽ അല്ലാത്തതൊക്കെ റാഷണൽ ആണ്. അപ്പോൾ at എവിടെയുണ്ട്? ക്യൂവിലുണ്ട്. at ഇറാഷണൽ അല്ലെങ്കിൽ at റാഷണൽ ആണ്, at ക്യൂവിലുണ്ട്. ദാറ്റ് ഈസ് ഇനി എ എവിടെ എന്നാ പറഞ്ഞത്? എ റാഷണൽ ആണ്, എ നോൺ സീറോ റാഷണൽ നമ്പറാണ്. എ നോട്ട് ഈക്വൽ ടു സീറോ ഇൻ ക്യൂ implies 1 by a element of q ആണ് അല്ലെ? ഒരു റാഷണൽ നമ്പറിന്റെ റെസിപ്രോക്കൽ റാഷണൽ നമ്പറാണ്. therefore
1/a is a rational number and at is a rational number. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തെന്താ രണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് റാഷണൽ നമ്പർ എന്നല്ലേ. അപ്പോൾ 1/a into at is also a rational number. ഇവിടെ എ കട്ട് ചെയ്താൽ ടി എന്താവും? റാഷണൽ നമ്പർ ആവും. പക്ഷെ അവർ തന്നിട്ടുള്ളത് ടി എവിടെ നിന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? ബട്ട് ഗിവൺ ടി ഇറാഷണൽ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു കോൺട്രഡിക്ഷനാണ് അല്ലേ? അതൊരു കോൺട്രഡിക്ഷനാണ്. ഇറ്റ് ഈസ് എ കോൺട്രഡിക്ഷൻ. Therefore, at element of Q എന്നുള്ളത് തെറ്റാണ്. at not element of Q ശരിയാവുള്ളൂ. at not element of Q ആണെന്ന് വെച്ചാൽ at എവിടെ ആയിരിക്കും? I ആയിരിക്കും. at element of irrational ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടത് രണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ സം റാഷണൽ നമ്പർ ആണ്, രണ്ട് റാഷണൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് റാഷണൽ നമ്പർ ആണ്, രണ്ട് ഇറാഷണൽ നമ്പേഴ്സിന്റെ സമ്മ് ഇറാഷണൽ ആകണമെന്നില്ല, രണ്ട് ഇറാഷണൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ഇറാഷണൽ ആകണമെന്നില്ല. പക്ഷെ ഒരു റാഷണലിനെ ഒരു ഇറാഷണലിനെ ഒരു നോൺ സീറോ റാഷണൽ കൊണ്ട് ആഡ് ചെയ്താലും ഒരു ഇറാഷണലിനെ ഒരു നോൺ സീറോ റാഷണൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് ഇറാഷണൽ ആവും. അതാണ് ഇപ്പൊ കണ്ടത്. Prove that intersection I is equal to intersection n is equal to 1 to infinity. Open interval 0, 1 by n is equal to infinity. Is equal to infinity. Is equal to infinity. Infinity അല്ല mg. Is equal to mg set. അപ്പോൾ നമുക്കിപ്പോൾ ഇതറിയാലോ അവിടെ എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ 1/n എന്താണ്? 0 1/n എന്നല്ല ഇന്റർവെല്ലിൽ പറയുന്നത്. 0 1/n. എന്നിന്റെ വാല്യൂ 1 ആകുമ്പോൾ 0 1 അല്ലേ? ഇതാണ് 0 1 എന്ന ഇന്റർവെൽ. അടുത്ത ആരാ? എന്നിന്റെ വാല്യൂ 2 ആകുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ 0 1/2. അടുത്ത 3 ആകുമ്പോൾ 0 1/3. അടുത്തത് 0 1/4. 0 1/5. ഇങ്ങനെ പോവാ. ഇങ്ങനെ പോകുന്ന സെറ്റ് ഇതുകളുടെയൊക്കെ ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ mg കിട്ടുമെന്നാണ്, mg സെറ്റ് കിട്ടുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ mg സെറ്റ് കിട്ടുമെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇവിടെ എലമെന്റ് ഒന്നും ഇല്ലെന്ന്, ഈ ഇന്റർസെക്ഷനിൽ എലമെന്റ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ആക്ച്വലി ഇത് എന്താണ്ടേ? ആക്ച്വലി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാ 0 1 ഇന്റർസെക്ഷൻ ഇനി 2 കൊടുത്താൽ 0 1/2 ഇന്റർസെക്ഷൻ 0 1/3 ഇന്റർസെക്ഷൻ 0 1/4 ഇന്റർസെക്ഷൻ എക്സെട്ര. ഇതാണ് mg എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. 0 1 അടുത്ത് 0 1/2. അപ്പോൾ ഇത്രയും അങ്ങ് പോയി. ഇവിടെ ആരും ഇല്ല, ഇവിടെ ഉള്ളവരൊക്കെ ഒഴിവായി. അടുത്ത ഇന്റർസെക്ഷൻ എടുക്കും. ഇത് രണ്ടും ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇത്രയും 0 1/2 കിട്ടും. അടുത്ത് ഇത് 3 ഇന്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇത്രയും കിട്ടും. അടുത്ത് ഇത് 4 1/4 എടുക്കുമ്പോൾ ഇങ്ങനെ വരും. ശ്രദ്ധിക്കണം, 0 എവിടെ ഇല്ല, ഈ സെറ്റിൽ ഇല്ല. 0 ഈ സെറ്റിൽ ഇല്ല, അത് ശ്രദ്ധിക്കണം. 0യും 1ഉം ഈ സെറ്റിൽ ഇല്ല. ഓപ്പൺ ഇന്റർവെൽസ് ആണ്. കുറച്ചുകൂടി അപ്പോൾ ഇതിന്റെ സൊല്യൂഷനായിട്ട് ഇപ്പോൾ ഞാനൊരു ആർബിട്രറി റിയൽ നമ്പർ എടുത്തേ. എക്സ് എലമെന്റ് ഓഫ് ആർബിട്രറി ഏതോ ഒരു റിയൽ നമ്പറാണ് ആര്? എക്സ്. അപ്പോൾ എനിക്കിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് എന്നൊരു ആർബിട്രറി റിയൽ നമ്പർ ഈ ഇന്റർസെക്ഷനിൽ ഇല്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ ഏതോ ഒരു റിയൽ നമ്പർ ഈ ഇന്റർസെക്ഷനിൽ ഇല്ലെങ്കിൽ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇന്റർസെക്ഷൻ ഓഫ് 0 1/n ഈസ് mg എന്നല്ലേ. അപ്പോൾ ഈ ഇന്റർസെക്ഷൻ mg സെറ്റ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇന്റർസെക്ഷനിൽ എലമെന്റ്സ് ഒന്നും ഇല്ലെന്നല്ലേ കാണിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താണ്?
ഈ ഇന്റർസെക്ഷനിൽ റിയൽ നമ്പർ ഒന്നുമില്ല, ഒരു റിയൽ നമ്പറും ഇല്ലെന്ന് കാണിക്കണം. അപ്പോൾ ഞാൻ ഒരു ആർബിട്രറി റിയൽ നമ്പർ എക്സ് എടുത്തു. ഈ എക്സ് ഈ ഇന്റർസെക്ഷനിൽ ഇല്ലെന്ന് പ്രൂവ് ചെയ്താൽ എന്താണ്, ഈ ഇന്റർസെക്ഷൻ എംപ്റ്റി ആവുമല്ലോ. അപ്പൊ ഏതോ ഒരു എക്സ് ഇല്ലെങ്കിൽ ഒരു എക്സും ഉണ്ടാവില്ല, ഏതോ ഒരു എലമെന്റ് ഇല്ലെങ്കിൽ ഒരു എലമെന്റും ഈ ഇന്റർസെക്ഷനിൽ ഉണ്ടാവില്ല. അതാണ് കോൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ടു ഷോ ദാറ്റ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് intersection n is equal to intersection n is equal to 1 to infinity open interval 0 1 by n for sum n element of എക്സ് ഇന്റർസെക്ഷൻ ഇല്ലാന്ന് കാണിക്കും. ഏതോ ഒരു എക്സ് എടുത്തു, ആ ഏത് എക്സ് എടുത്താലും ഈ ഇന്റർസെക്ഷനിൽ ഇല്ലെന്ന് കാണിച്ചാൽ എം ജി ആയിക്കോളുമല്ലോ. ഞാൻ കേസ് 1, ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണല്ലോ, then we have ഇപ്പോൾ ഞാൻ എന്നിന് പോലെ 1 കൂടെ എടുക്കണം വിചാരിക്കും, ആണല്ലോ ഏറ്റവും വലിയ സെറ്റ്. ആൻഡ് n is equal to 1. then we have ഇവിടെ എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഇവിടെ 0 ഇങ്ങനെയാണല്ലോ പോണേ, 1 ഇവിടെ വരുന്നു, ഇവിടെയാണ് വരുന്നത്. ഈ എക്സിന്റെ വാല്യൂ എവിടെ വരുള്ളൂ? എക്സിന്റെ വാല്യൂ 0 ലെഫ്റ്റ് സൈഡിൽ വരുള്ളൂ, എക്സ് ഇവിടെ വരുള്ളൂ. അപ്പോൾ എക്സ് നെഗറ്റീവ് ആയതുകൊണ്ട് അപ്പോൾ എക്സ് എവിടെ ഇല്ല. then we have x not element of open interval 0, that is x not element of intersection open interval 0 1 by n. ശരിയല്ലേ? ഇപ്പൊ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ എക്സ് 0 ലെഫ്റ്റ് സൈഡിൽ വരും, അതുകൊണ്ട് എന്തല്ല 0 ഇല്ലല്ലോ, ഓപ്പൺ ഇന്റർവൽ 0 0 എന്ന എലമെന്റും ഇല്ലല്ലോ. അപ്പൊ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് എവിടെ വരില്ല? ഇന്റർസെക്ഷൻ 1 by n വരില്ല. കേസ് 2, ഇഫ് എക്സ് പോസിറ്റീവ് ആണെങ്കിലോ? എക്സ് പോസിറ്റീവ് ആണെങ്കിൽ then by Archimedean property മറിച്ച് നോക്കിയേ, then by Archimedean property there exists an n0, ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്, എന്താ, so that such that 1 by n0 less than x അല്ലേ. അപ്പോൾ എക്സ് പോസിറ്റീവ് ആണെങ്കിൽ നമ്മളവിടെ പറഞ്ഞു ആർക്കിമീഡിയൻ പ്രോപ്പർട്ടി എഴുതിയതിൽ രണ്ടാമത്തത്, then by Archimedean property there exists n0 element, ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട്. എന്താണ് ആ നാച്ചുറൽ നമ്പറിന്റെ റെസിപ്രോക്കലിനേക്കാളും വലുതായിട്ടൊരു എക്സ് ഉണ്ടാവും അല്ലെ. അപ്പോ നമ്മളെ 1 by n0, നമ്മളിവിടെ 0, ഇവിടെ 1 by n0, അപ്പോ ഈ ഇന്റർവെല്ലാണ് എടുക്കുന്നത്, ഈ ഓപ്പൺ ഇന്റർവെല്ലാണ്. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എക്സ് ഇതിന്റെ റൈറ്റ് സൈഡിലാണ് കിടക്കുന്നത്, അപ്പൊ എക്സ് എവിടെ ഇല്ല, ഈ ഓപ്പൺ ഇന്റർവൽ 0 1 by n0 എന്ന് അല്ലെ. അപ്പോൾ എക്സ് എവിടെ ഇല്ല, എക്സ് നോട്ട് എലമെന്റ് ഓഫ് എവിടെയാ, ഓപ്പൺ ഇന്റർവൽ 0 1 by n0, ദാറ്റ് ഈസ് എക്സ് എവിടെ ഉണ്ടാവില്ല, എല്ലായിടത്തും ഉണ്ടെങ്കിലല്ലേ ഇന്റർസെക്ഷൻ ഉണ്ടാവുള്ളൂ. എക്സ് ഇന്റർസെക്ഷൻ 0 1 by n ഉണ്ടാവൂല, n is equal to 1 to infinity. എല്ലായിടത്തും വേണ്ടേ, എല്ലായിടത്തും എക്സ് ഉണ്ടെങ്കിൽ എന്തുണ്ടാവുള്ളൂ, ഇന്റർസെക്ഷൻ ഉണ്ടാവുള്ളൂ.
അപ്പോൾ രണ്ട് കേസുകളിലും എക്സ് പോസിറ്റീവ് ആയപ്പോഴും എക്സ് നെഗറ്റീവ് ആയപ്പോഴും അല്ലേ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയപ്പോഴും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയപ്പോഴും എക്സ് എവിടെ വന്നില്ല, ഇന്റർസെക്ഷനിൽ വന്നില്ല. ഹെൻസ് എക്സ് നോട്ട് എലമെന്റ് ഓഫ് intersection n is equal to 1 to infinity 0 1 by n for all x. ഏതോ ഒരു എക്സ് എടുത്തപ്പോ ഇന്റർസെക്ഷനിൽ ഇല്ല എങ്കിൽ ഏത് എക്സ് എടുത്താലും ഇന്റർസെക്ഷനിൽ അല്ലെ ഉണ്ടാവില്ല. for all x element of ഏത് റിയൽ നമ്പർ എക്സ് എടുത്താലും ഇന്റർസെക്ഷനിൽ ഇല്ല. thus intersection is empty. Intersection is empty set. Next heading cardinality. അടുത്ത ദിവസം എടുക്കാം കാർഡിനാലിറ്റി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടെന്നെങ്കിലും ആരുമില്ലേ? പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ?